നമ്മളുടെ ഒരു ഫൈറ്റർ ജെറ്റ് ദുബായ് എയർ ഷോയിൽ വെച്ചിട്ട് ക്രാഷായി. അതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പഗണ്ട, ഈ പ്രൊപ്പഗണ്ട ചെറുതല്ല. ശരിക്കും ഇന്ത്യക്കെതിരെ ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ മാത്രമല്ല, ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് ഇന്ത്യക്ക് മേലിൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ പല മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇൻഫാക്ട് ജെറുസലേം പോസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് അർമേനിയ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് വെച്ചിരുന്ന തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ ഡീലിൽ നിന്നും പിൻവാങ്ങി എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പലതും സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യ എന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യ തന്നെയാണ് പ്രാധാന്യം. അപ്പം ഇതിനകത്ത് എത്രമാത്രം സത്യസന്ധമായ കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ചെകഞ്ഞ് പരിശോധിക്കുന്ന സമയത്ത് അർമേനിയയുമായിട്ട് ഇന്ത്യക്ക് തേജാസ് ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഡീലും ഇല്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ അങ്ങോട്ട് ഓഫർ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അതും സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് നമ്മൾ റെഡിയായി വരുമ്പോൾ നിങ്ങൾക്ക് അർമേനിയയ്ക്ക് ഞങ്ങൾ ഇത് തരാം എന്നുള്ളൊരു ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കുള്ളിൽ തന്നെ നമുക്ക് വേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ, ഇനഫ് സ്ക്വാഡ്രൺ നമുക്കില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ തേജാസ് ഫൈറ്റർ ജെറ്റ് അർമേനിയയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു റോങ് പ്രൊപ്പഗണ്ടയൊക്കെ ഇറങ്ങി വരുന്നത്. ഇൻഫാക്ട് അർമേനിയ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, അർമേനിയയുമായിട്ട് ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ എഗ്രിമെന്റ് തന്നെ ഇല്ല. ഒരു എഗ്രിമെന്റിന് വേണ്ടിയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് തേജാസ് ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് സുക്കോയ് Su-30 Mk-1 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ മോഡിഫൈ ചെയ്യുന്ന, ഇന്ത്യൻ റഡാർ ആർട്ടിക്കുലേറ്റ് ചെയ്ത, അതേപോലെ തന്നെ ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ എന്ന് പറഞ്ഞ മിസൈല് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള വേർഷൻ ഒരു 12 എണ്ണം, 8 മുതൽ 12 എണ്ണമാണ് അർമേനിയ ആവശ്യപ്പെട്ടത്. ഇത് Su-30 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിലുപരിയായിട്ട് അർമേനിയയും ഇന്ത്യയും തമ്മിൽ തേജാസ് ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ എഗ്രിമെന്റുകളും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ഫൈറ്റർ ജെറ്റ് ദുബായ് എയർ ഷോ നടക്കുന്ന സമയത്ത് ക്രാഷ് ഡൗൺ ആയതിൽ ഇത്രമാത്രം വെറുപ്പ് ഇന്ത്യക്ക് മേളിൽ ഇങ്ങനെ പത്രങ്ങളിൽ ഇങ്ങനെ എഴുതി കൂട്ടുകയാണ്. ദിവസങ്ങളായിട്ട് എഴുതി കൂട്ടുകയാണ്. ഞാനിപ്പോൾ ഇത് കുറേ നാളുകൊണ്ടേ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. കാരണം കൃത്യമായിട്ട് നമ്മളുടെ പ്രേക്ഷകരെങ്കിലും ഇതിനെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് സംസാരിക്കുന്നത്. ചെറിയൊരു വിഷയമാണ്. ഇതിനകത്ത് ഞാനിവിടെ 2 സ്ലൈഡുകൾ ഞാൻ ഷെയർ ചെയ്യും. ഈ 2 സ്ലൈഡുകൾ നിങ്ങളൊന്ന് നോക്കുക. ഇതിലൊന്ന് യൂറോപ്പിൻ്റെ ഗ്രിപ്പൻ എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റാണ്. മറ്റൊന്ന് തേജാസ് ഫൈറ്റർ ജെറ്റാണ്. തേജാസ് ഒരു സിംഗിൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് കോമ്പാക്ട് ഒരു സൂപ്പർ സോണിക് അൾട്രാ മോഡേൺ എയർക്രാഫ്റ്റ് ആണ്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഫൈറ്റർ ജെറ്റുകളുടെ ക്രാഷ് റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ F-35 മുതൽ കൊണ്ട് എല്ലാ ഫൈറ്റർ ജെറ്റുകളും, നിരവധി ഫൈറ്റർ ജെറ്റ്, F-35 ഒക്കെ എവറി ഇയർ ഒരു ഫൈറ്റർ ജെറ്റ് ലോസ് ആയിട്ടുണ്ട്. അത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെൽത്തൊക്കെ ഊരിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്മാതിരിപ്പെട്ട രീതിയിലുള്ള ഫൈറ്റർ ജെറ്റുകളൊക്കെ ഈ ലോകത്തുണ്ട്. അപ്പോൾ ആകെ കൂടി ശരിക്കും ഓക്കെ, എയർ ഷോ എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ എല്ലാ എബിലിറ്റിയും എല്ലാ കഴിവുകളും തെളിയിക്കുന്ന രീതിയിലുള്ള അപ് ടു ദ മാർക്കിൽ പെർഫോം ചെയ്ത് കാണിക്കേണ്ട ഒരു ഷോ തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദുബായ് എയർ ഷോയിൽ വെച്ചിട്ട് തേജാസ് എയർക്രാഫ്റ്റിന് സംഭവിച്ചത് ഒരു ദുരന്തം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ദുബായ് തന്നെ പറഞ്ഞിരിക്കുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു വരുന്നത് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് ഒന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല. പൈലറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് ബ്ലാക്ക് ഔട്ടോ അല്ലെങ്കിൽ ഗ്രാവിറ്റി കൊണ്ടുള്ള ആ ഒരു പ്രഷറോ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചത് കൊണ്ടാവാം ഇത് ഇങ്ങനൊരു അപകടം സംഭവിക്കാൻ ഇടയായത് എന്നുള്ളൊരു നിഗമനമാണ് ഇതുവരെ ഉള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ വെസ്റ്റേൺ മീഡിയ ഇങ്ങനെ അടിച്ചിറക്കുന്നത്, ഇൻക്ലൂഡിങ് ജെറുസലേം പോസ്റ്റ്. അവരെയും കൂടി ചേർത്ത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം പറയുമ്പം ജെറുസലേം പോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അതായത് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല തേജസ് ഫൈറ്റർ ജെറ്റിന്, പക്ഷേ പൈലറ്റിന്റെ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പൈലറ്റിനെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ സംഭവിക്കാമല്ലോ. ഹ്യൂമൻ ബോഡിയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ആദ്യം ഒരു 2-3 ലൈൻ ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ പിന്നീട് അർമേനിയയുടെ വിഷയം എടുത്തുകൊണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് അതിനെ അലക്കി വെളുപ്പിച്ച് ഇന്ത്യക്കും അർമേനിയയ്ക്കും തമ്മിൽ എന്തോ തേജസ് ഫൈറ്റർ ജെറ്റിന്റെ ഡീൽ ഉണ്ടായിരുന്ന കണക്ക് ഇതിനെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഫേക്ക് ന്യൂസുകളാണ്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അസർബൈജാനും അർമേനിയയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അർമേനിയയുടെ ഓപ്പോണന്റ് ആയിട്ടുള്ള അസർബൈജാൻ ഈ എയർഫോഴ്സിൽ കുറച്ച് ഡോമിനേറ്റഡ് ആണ് അസർബൈജാൻ. കാരണം അവരുടെ കയ്യിൽ സുഖോയ് ഉണ്ട്, അത് Su-25 ഒരു 40 എണ്ണം ഉണ്ട്, അതേപോലെ തന്നെ JF-17 കാറ്റഗറിയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഒരു 40 എണ്ണം ഉണ്ട്. റീസെന്റ് ആയിട്ട് അവരൊരു $4 ബില്യൺ ഡീല് ചൈനയുമായിട്ട് ഏർപ്പാടാക്കിയിട്ട് പാകിസ്ഥാൻ ത്രൂ JF-17 ഫൈറ്റർ ജെറ്റുകൾ 40 എണ്ണം അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അസർബൈജാൻ ഒരു 80 ഫൈറ്റർ ജെറ്റുകളുണ്ട്. അതേപോലെ തന്നെ തുർക്കി സപ്പോർട്ട് ചെയ്യുന്ന
ബൈറാക്ടർ എന്ന് പറഞ്ഞ ഡ്രോൺ സിസ്റ്റമൊക്കെ അവർക്കുണ്ട്. അതേപോലെ അർമേനിയയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു SU-30 എം എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പെട്ടത് ഒരു 4 വേരിയന്റ് ഉണ്ട്. ഒരു 4 എണ്ണം ഉണ്ട് അവരുടെ അടുത്ത്. 4 SU കാറ്റഗറിയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ്. അതേപോലെ തന്നെ SU-25 ഒരു 25 ഫൈറ്റർ ജെറ്റ് ഉണ്ട് അവരുടെ അടുത്ത്. ഇത് മാത്രമാണ് അർമേനിയയുടെ പക്കലുള്ളത്. അപ്പം കമ്പാരിറ്റീവ്ലി അസർബൈജാനേക്കാളും ഒരു 50% കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം അർമേനിയ ആണെങ്കിൽ കംപ്ലീറ്റ് റഷ്യയുടെ പക്കൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ത്യയെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ഡിഫൻസ് പാർട്ട്ണർഷിപ്പിന് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് അർമേനിയ ആശ്രയിക്കുന്നത്. നമ്മൾ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റിയിലുള്ള ഡിഫൻസ് പാർട്ട്ണറാണ് ഇന്ത്യ അർമേനിയയ്ക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ നല്ല രീതിയിൽ ചൊടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെ കണ്ട് പേടിക്കുന്നവൻ, ഇന്ത്യയുടെ വളർച്ചയെ കണ്ട് അസൂയപ്പെടുന്നവന്മാരാണ് മൊത്തത്തിൽ എന്നുള്ളത് നമുക്ക് ഈ ഒറ്റൊരു ഇൻസിഡന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ചില ഇൻസിഡന്റുകൾ സംഭവിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചില തിരിച്ചറിവുകൾ അത് നമുക്ക് നേടിത്തരും. അതേപോലത്തെ ഒരു തിരിച്ചറിവ് നേടിയ ഒരു ടൈമാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ വെച്ചിരിക്കുന്ന 2 സ്ലൈഡുകൾ നിങ്ങൾ കണ്ടല്ലോ. ഈ സ്ലൈഡ് ഞാൻ കുറേ നേരം ഇവിടെ വെച്ചിരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്രിപ്പൻ എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റിൽ ചുറ്റാകെ നിങ്ങൾ കാണുന്ന ഫ്ലാഗ് ഇല്ലേ, അമേരിക്ക, UK, സ്വീഡൻ ഇമാതിരിപ്പെട്ട രാജ്യങ്ങളുടെ ഫ്ലാഗ് ആണ് നിങ്ങൾ ചുറ്റാകെ കാണുന്നത്. ഈ ഫൈറ്റർ ജെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളുടെയും ഓണർഷിപ്പ് ഉള്ള രാജ്യത്തിന്റെ ഫ്ലാഗ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാകുന്ന പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് ഇല്ലെങ്കിൽ UKയുടെ ഒരു ഫൈറ്റർ ജെറ്റ്, അതായത് പല രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റിന്റെ സ്പെയർ പാർട്സുകളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഇവരൊരു ഫൈറ്റർ ജെറ്റ് നിർമ്മിച്ചിരിക്കുകയാണ്. അതാണ് ഗ്രിപ്പൻ ഫൈറ്റർ ജെറ്റ്. ഇതിന് യാതൊരു പ്രത്യേകതയില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ഇപ്പുറത്ത് തേജാസിന്റെ ഒരു പിക്ചർ നിങ്ങൾ നോക്കൂ. ഇതിനകത്ത് എത്ര സ്പെയർ പാർട്സുകളുടെ എത്ര പാർട്സുകളുടെ സൈഡിലാണ് ഇന്ത്യൻ ഫ്ലാഗ് കാണുന്നത്. പാർട്സുകൾ ഇൻഡിജിനിയസ് ആണ് ഈ തേജസ് ഫൈറ്റർ ജെറ്റിൽ. അതുകൊണ്ടാണ് ഇത്രയും ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ കാണുന്നത്. ഇതിൽ വളരെ തുച്ഛമായ അളവിൽ മാത്രം, അതായത് എഞ്ചിൻ, അവിടെ അമേരിക്കയുടെ ഫ്ലാഗ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോക്പിറ്റിന്റെ സീറ്റ് എജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രമാത്രം ഇത് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫൈറ്റർ ജെറ്റാണ് തേജസ് ഫൈറ്റർ ജെറ്റ്. അപ്പോൾ ഈ ഒരു പ്രൗഡ് നമുക്കുണ്ട്. പിന്നെ ഇതിന്റെ ക്രാഷ് റെക്കോർഡ്, ഈ ക്രാഷ് ഹിസ്റ്ററി, ഇതൊരു വലിയ കാര്യമല്ല. ഇത് ഒരു ഫൈറ്റർ ജെറ്റിന്റെ വിൽപ്പനയെ ബാധിക്കുന്ന വിഷയമല്ല. തീർച്ചയായിട്ടും ഇനിയും എയർ ഷോകൾ നടക്കും. നമ്മൾ വീണ്ടും ദുബായിലേക്ക് പോകും. നമ്മളുടെ തേജാസിനെ കൊണ്ട് ഇതേപോലെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ കട്ടിംഗ് എഡ്ജിൽ നമ്മൾ പ്രാക്ടീസ് നടത്തും പോലെ കട്ടിംഗ് എഡ്ജിൽ തന്നെ നമ്മൾ ഇതിന്റെ ഫ്ലൈയിങ് കേപ്പബിലിറ്റി നമ്മൾ വീണ്ടും ഉറപ്പുവരുത്തും, വീണ്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പുമായിട്ട് പല രീതിയിലുള്ള പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യയുടെ തേജസ് ഫൈറ്റർ ജെറ്റിനെ താറടിക്കുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള പ്രൊപ്പഗൻഡ വാർത്തകൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയന്റെ ആ ഒരു പേടി, ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന കുറേ ആൾക്കാരുടെ ചിന്താഗതികൾ, ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ തേജസ് ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയമല്ല. ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതല്ല. ഇത് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു നല്ലൊരു ബയർ നമ്മൾ കണ്ടെത്തുക. മിനിമം ഒരു സ്ക്വാഡ്രൺ തേജസ് ഫൈറ്റർ ജെറ്റ് നമ്മൾ ഡീൽ ഉറപ്പിക്കണം. ഇത് ഒരു സൈഡിൽ നമ്പർ 1 പോയിന്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇനി പാകിസ്ഥാനുമായിട്ടോ ബംഗ്ലാദേശുമായിട്ടോ ചൈനയുമായിട്ടോ ഏതെങ്കിലും തരത്തിലൊരു ക്ലാഷ് വരുന്നെങ്കിൽ നമ്മൾ തേജസ് ഫൈറ്റർ ജെറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കണം. ഇത് രണ്ടും നമ്മൾ നടത്തിയിരിക്കണം. ഇത് നടത്തിയാൽ മാത്രമേ ഈ ഒരു പ്രൊപ്പഗൻഡയ്ക്കെല്ലാം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു മറുപടി ആയിട്ട് അത് മാറിത്തീരും. ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. വൈകാതെ പാകിസ്ഥാനിൽ തന്നെ നമ്മളിത് പ്രയോഗിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ അർമേനിയയ്ക്ക് SU-30യുമായിട്ട് ബന്ധപ്പെട്ട ഡീല്, SU-30 MK ഫൈറ്റർ ജെറ്റ് അർമേനിയ ഇന്ത്യ എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ബില്യന്റെ ഡീലാണ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചർച്ചയൊക്കെ നടത്തി പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യ ഇതുവരെ ഇത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൺഫേം ആക്കിയിട്ടില്ല. കാരണം ചില മോഡിഫിക്കേഷൻസ് ഇന്ത്യക്കുള്ളിൽ SU-30ക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളത് ഇൻഡിജീനിയസ് ആയിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യയുമായിട്ട് കൂടി ആലോചിച്ച് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്ന മിസൈലുകൾ ഘടിപ്പിക്കുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോഡിഫൈ ചെയ്ത്, അതായത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഷനിൽ ഒരു 12 എണ്ണം വേണം എന്നാണ് അർമേനിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് യൂസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോൾ അത് അവർക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം ഇന്ത്യയുടെ മിസൈലുകളും അതിനകത്ത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ അഡ്വാൻസ്, അതായത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങളിൽ ഞങ്ങൾക്ക് ഒരു 12 എണ്ണം തരണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അവരുടെ റിക്വസ്റ്റ് ആണ്. അതിനെ മാനിച്ചുകൊണ്ടാണ് ശരി അപ്ഗ്രേഡേഷൻ പൂർത്തിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആ ഡീലും നമ്മൾ ഇതുവരെ ഓക്കെയാണ് തരാം എന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞ് വിട്ടിട്ടുമില്ല. ഇതാണ് നിലവിലെ അവസ്ഥ. ഇതിൻ്റെ ഇടയ്ക്കാണ് അർമേനിയയെ വെച്ചിട്ട് ഇമാതിരിയുള്ള മാരക തള്ളുകൾ ഈ സുപ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ തള്ളി മറിക്കുന്നത്. SU-30 നമ്മൾ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം വേറെ ഒന്നുമില്ല, താരതമ്യേന കുറച്ച് ഹ്യൂജ് ബോഡിയുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ് SU-30 എന്നുള്ളത്. നിലവിലുള്ള ഫൈറ്റർ ജെറ്റുകളെല്ലാം കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ SU-30 കുറച്ച് വലുതാണ്. അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ടെക്നോളജിക്കലി കുറച്ചുകൂടെ ഡെവലപ്പ് ആകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ റഡാറും ഈ അസ്ത്ര മിസൈൽസ് ഒക്കെ ഇതിനകത്ത് ഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾക്ക് ഇന്ത്യക്കുള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്. ഈ സാധനം അർമേനിയയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അസർബൈജാൻ സ്പൈ വർക്ക് നടത്തി ഈ സ്പൂഫ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അങ്ങനെ അസർബൈജാൻ ഈ ഒരു ടെക്നോളജി ചൂഷണം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, സ്പൈ വർക്ക് നടത്തി ഇതിനെ എടുത്തു കഴിഞ്ഞാൽ അസർബൈജാൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇത് ഹാൻഡ് ഓവർ ചെയ്യും. അതുപോലെ തന്നെ ഈ ഡേറ്റ തുർക്കിക്ക് ലീക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റീവ് ആയിട്ട് രൂപകൽപ്പന ചെയ്യുന്ന ഏതൊരു സാധനവും ഡിഫൻസ് മിനിസ്ട്രി അപ്രൂവൽ കൊടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് കൈമാറാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അപകടമാണ്, അത് കഴിഞ്ഞു. ഇനി ഇതേപോലത്തെ പ്രൊപ്പഗണ്ടകൾ പലതും നിങ്ങളുടെ മുന്നിലേക്ക് മിന്നി മറഞ്ഞിങ്ങനെ പോയേക്കാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയവുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഒരിക്കലും തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ സെയിൽസ് പെർഫോമൻസിനെ ഈ ഒറ്റൊരു ക്രാഷ് ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.